ഹലോ ടീച്ചേഴ്സ്, നമസ്തേ. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഹിന്ദിയിലെ പ്രധാനപ്പെട്ട ഉപന്യാസ്, പ്രമുഖ പാത്ര, ലേഖക്. അപ്പോൾ ആദ്യം വായിക്കുന്നത് ലേഖകാണ്, പിന്നീട് ഉപന്യാസത്തിൻ്റെ പേര്, പിന്നീട് പറയുന്നത് പ്രമുഖ പാത്രമാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഭാരതേന്ദു ഹരിശ്ചന്ദ്രൻ്റെ പൂർണ്ണപ്രകാശ് ഓർ ചന്ദ്രപ്രഭ സാമാജിക് ഉപന്യാസമാണ്. ഇതിലെ പ്രമുഖ പാത്രം എന്ന് പറയുന്നത് പൂർണ്ണപ്രകാശ് നായകാണ്, ചന്ദ്രപ്രഭ നായികയാണ്. ഡുണ്ടിറാജ് ചന്ദ്രപ്രഭ വൃദ്ധ പതിയാണ്. അപ്പോൾ അടുത്തത് പണ്ഡിറ്റ് ഗൗരിദത്താണ്, ദേവരാണി ജേട്ടാണിക്ക് കഹാനി. അപ്പോൾ പേര് കേട്ട ചിലപ്പോൾ കഹാനിയാണെന്ന് കരുതരുത്, ഉപന്യാസമാണ്, 1870. ഇതിലെ കഥാപാത്രങ്ങൾ പാർവതി, സുഖദേയി, ദൗലത് റാം, ചോട്ടെ. അടുത്തത് ശ്രീനിവാസ് ദാസ് എഴുതിയ പരീക്ഷാ ഗുരു ആണ്, 1882. ലാല, മദൻ മോഹൻ, ബ്രജ് കിഷോറാണ് കഥാപാത്രങ്ങൾ. അടുത്തത് ദേവകി നന്ദൻ ഖത്രി എഴുതിയ ചന്ദ്രകാന്ത, 1891. ഇതിലെ കഥാപാത്രങ്ങൾ രാജ്കുമാർ, വീരേന്ദ്ര സിംഗ്, ചന്ദ്രകാന്ത, ക്രൂര് സിംഗ്, ജീത് സിംഗ്, തേജ് സിംഗ്, ദേവി സിംഗ്, ബദ്രീനാഥ്, ജഗന്നാഥ്, ജ്യോതിഷി, ചപ്പല, ചമ്പ. അപ്പോൾ കൂടുതലും സിൻഹും നാദൊക്കെയാണ് വരുന്നത്, അപ്പോൾ ഇത് ശ്രദ്ധിക്കുക. അടുത്തത് ഇനി പ്രേംചന്ദിൻ്റെ ഉപന്യാസങ്ങളാണ് പറയുന്നത്. പ്രേംചന്ദ് എഴുതിയ സേവാസദൻ 1918. കഥാപാത്രങ്ങൾ സുമൻ, ഭോലി, ഗംഗാഞ്ജലി, ശാന്ത, സുഭദ്ര, കൃഷ്ണചന്ദ്ര, ഗജാധർ, ഉമാനാഥ്, പത്മസിംഹ്, വിട്ടൽദാസ്, രമേശ് ദത്ത്, ഭഗൻറാം. അടുത്തത് പ്രേംചന്ദ് എഴുതിയ പ്രേമാശ്രം, 1922. കഥാപാത്രങ്ങൾ പ്രഭാശങ്കർ, ഗ്യാൻ ശങ്കർ, പ്രേംശങ്കർ, മനോഹർ. അപ്പോൾ കുറേ ശങ്കർമാരുണ്ട്. അടുത്ത പ്രേംചന്ദ് എഴുതിയ രംഗഭൂമിയാണ്, 1925. കഥാപാത്രങ്ങൾ സൂർദാസാണ് നായക്, ഗ്യാൻ സേവക്, മിട്ടുവ, വിനയ്, സോഫിയാണ് സ്ത്രീ കഥാപാത്രം കേട്ടോ. അടുത്ത പ്രേംചന്ദ് എഴുതിയ നിർമ്മല, 1927 വർഷം. കഥാപാത്രങ്ങൾ നിർമ്മല, കൃഷ്ണ, മുൻഷി, തോത്താറാം, മൻഷാറാം, ജിയാറാം, സിയാറാം, ഭുവൻ. അടുത്തത് പ്രേംചന്ദ് എഴുതിയ പ്രതിജ്ഞ, 1929 ഇയർ. കഥാപാത്രങ്ങൾ സുമിത്ര, പ്രേം, പൂർണ്ണ, അമൃത് റായ്, ദാൻനാഥ്, ബദ്രി പ്രസാദ്, കമൽനാഥാണ് കേട്ടോ. അടുത്തത് പ്രേംചന്ദിൻ്റെ തന്നെ ഉപന്യാസമാണ് ഗബൻ, 1931. ഇതിലെ പാത്രങ്ങൾ ജാൽപ, രത്തൻ, സൊഹര, രാമനാഥ്, ദേവി ദീൻ. അടുത്തൊരു പ്രേംചന്ദ് തന്നെ എഴുതിയ കർമ്മഭൂമി, അതിലെ കഥാപാത്രങ്ങൾ ഡോക്ടർ ശാന്തികുമാർ, അമർകാന്ത്, സലീം, സുഖദ, നൈന, മുന്നി. അടുത്തത് പ്രേംചന്ദിൻ്റെ ഉപന്യാസമാണ് ഗോദാൻ. അതിൽ വരുന്ന കഥാപാത്രങ്ങൾ 1936 ഇയർ. ഗ്രാമീൺ പാത്ര ഹോരി, ഗോബർ, ധനിയ, ചുനിയ, ദാദാദീൻ, മാദാദീൻ, നോഖോറാം, ജിങ്കുരി സിംഗ്, സിലിയ. ഇനി നാഗരി പാത്രയിൽ വരുന്നത് ഓങ്കാർനാഥ്, ശ്യാം ബിഹാരി, ഖന്ന, മെഹ്ത, മിർസ, മാൽദി, ദുലാരി, സൗവായിൻ, റായ് സാഹബ്, അമർപാൽ സിംഗ് ഒക്കെയാണ് വരുന്നത് കേട്ടോ. അടുത്തത് പ്രേംചന്ദ് എഴുതിയ മംഗൾസൂത്ര, 1936 ഇയർ. ഇതിൽ വരുന്ന കഥാപാത്രങ്ങൾ ദേവ്കുമാറാണ് നായക്, സന്ത്കുമാർ, സാധുകുമാർ, മിസ്റ്റർ സിൻഹ, ഗിർധർ ദാസ്, ശൗര്യ, പിന്നെ പങ്കജ, പുഷ്പ. ഇത്രയും കഥാപാത്രങ്ങളാണ് ഇതിൽ വരുന്നത്. മംഗൾസൂത്രയിൽ പ്രേംചന്ദാണ് എഴുതിയത്. അടുത്തത് ശിവപൂജൻ സഹായിൻ്റെ ഉപന്യാസമാണ് ദേഹാത്തി ദുനിയ, 1926. ഇതിലെ പുരുഷപാത്ര രാം ടഹൽ സിംഗ്, മൻബഹാൽ സിംഗ്, സൊഹാബൻ. ഇനി സ്ത്രീപാത്ര ബുദിയ, സുഗിയ, ബദ്സിയ, ഫുൽഗോനിയ. അത് വിശ്വംഭർനാഥ് കൗശിക്കിൻ്റെ മാ ആണ്, 1929. ബ്രജ്മോഹൻ, സാവിത്രി, ഗാസിറാം, സുലോചന, ശ്യാമു, ഗോകുൽ. ഇതൊക്കെയാണ് കഥാപാത്രങ്ങൾ. അടുത്ത വിശ്വംഭർനാഥ് കൗശിക് തന്നെ എഴുതിയ ഭിക്കാരിണി, 1929. ജസ്സോ നായികയാണ്, രാംനാഥ് നായക്, നന്ദറാം. ഇനി വൃന്ദാവൻലാൽ വർമ്മ എഴുതിയ ഝാൻസി കി റാണി, 1946 ഇയർ. സ്ത്രീപാത്ര റാണി, ലക്ഷ്മിഭായി, സുന്ദർ, മുന്ദർ, കാശിബായി, ജൂഹി, മോത്തിബായി, ഛൽക്കാരി. ഇനി പുരുഷപാത്രത്തിൽ വരുന്നത് ഗംഗാധർ റാവ്, ഗുൽ മുഹമ്മദ്, സാഗർ സിംഗ്, പീർ അലി, ദുൽഹാജു, രഘുനാഥ് സിംഗ്, ജവഹർ സിംഗ്. അടുത്തത് വൃന്ദാവൻലാൽ വർമ്മ എഴുതിയ മൃഗനയനി, 1950. സ്ത്രീപാത്ര നിന്നി, ലാക്കി കല. പുരുഷപാത്ര മാൻസിംഗ്, അട്ടൽ, സുൽത്താൻ, ഗയാസുദ്ദീൻ, നസ്രുദ്ദീൻ, രാജാ സിംഗ് കച്ച്വ, മഹ്മൂദ് ബഗ്ര. അടുത്തത്
ഹസാരി പ്രസാദ് ദ്വിവേദി എഴുതിയ ബാണുഭട്ടിക്ക് ആത്മകഥയാണെന്ന് കരുതി, പേരിൽ ആത്മകഥ ഉണ്ടെന്ന് കരുതി ആത്മകഥ അല്ല, ഉപന്യാസമാണ്. 1947 ശ്രീപാത്ര നിപുണിക ഭട്ടിനി സുചരിത മഹാമായ. പുരുഷപാത്ര ബാണഭട്ട് അഖോർ ഭൈരവ് വിരതി വജ്ര. അടുത്തത് ഹസാരി പ്രസാദ് ദ്വിവേദിയുടെ തന്നെ ചാരു ചന്ദ്രലേഖാണ്. 1963 ശ്രീപാത്ര ചന്ദ്രലേഖ നായിക മൈന ഭദ്രകാളി. പുരുഷപാത്ര സാത്വാഹൻ നായകാണ്. സീതി മൈലാൻ നാഗനാഥ് വിദ്യാധർ ഭട്ട് ധീർ ശർമ്മ ബോധ പ്രധാൻ. അടുത്തത് അദ്ദേഹത്തിൻ്റെ തന്നെ പുനർനവ. ശ്രീപാത്ര ഇയർ 1973. ശ്രീപാത്ര മൃണാൽ ചന്ദ്ര മാന്തി മഞ്ജുള വസന്ത് സേന. പുരുഷപാത്ര ഗോപാൽ ആര്യക്ക് ദേവരാത്ത് ശ്യാംറൂപ്പ് ചാരുദത്ത് ശ്രീചന്ദ്ര രാജ ഗ്യാൻ ശ്രുതി ജാബാല ഋചുക. അത് അദ്ദേഹത്തിൻ്റെ തന്നെ അനാം ദാസ് കാ പോത്ത. 1976 രാജ ഗ്യാൻ ശ്രുതി ജാബാല ഋചുക. നേരത്തെ വായിച്ച ശ്രീചന്ദ്ര വരെയുള്ളൂ. രാജ ഗ്യാൻ ശ്രുതിയും രഘുഋഷിയും പിന്നെ ജബാല ഋചുക അത് അനാംദാസ് കാ പോത്തയിലെ കഥാപാത്രമാണ്. വായിച്ചപ്പോൾ മാറിപ്പോയതാണ് കേട്ടോ, സോറി. അടുത്തത് ജയശങ്കർ പ്രസാദിൻ്റെ കങ്കാൽ. 1929 ശ്രീപാത്ര കിഷോരി യമുന ഗണ്ഡി ലത്തിക മാല. പുരുഷപാത്ര ശ്രീചന്ദ് ദേവനീരഞ്ജൻ മംഗൾദേവ് ബാദം കൃഷ്ണശരൺ. അടുത്തത് അദ്ദേഹത്തിൻ്റെ തന്നെ തിത്തലി. ശ്രീപാത്ര തിത്തലി രാജ്കുമാരി ശ്യാം ദുലാരി മാധുരി ശൈല. പുരുഷപാത്ര മധുവൻ രാംനാഥ് ഇന്ദ്രദേവ്. ഇയർ 1934 അടുത്തത് ജയശങ്കർ പ്രസാദിൻ്റെ ഇരാവതി. അധൂര ഉപന്യാസമാണ്. ശ്രീപാത്ര ഇരാവതി കാളിന്തി മണിമാല. പുരുഷപാത്ര ആനന്ദ് ഭിക്ഷു അഗ്നിമിത്ര ബൃഹസ്പതിമിത്ര പുഷ്യമിത്ര ഖാർവേൽ ധനദത്ത്. അടുത്തത് യശ്പാലിൻ്റെ ദാദാ കമ്രേഡാണ്. ഇയർ 1941. ഹരീഷാണ് നായക്, ശൈൽ നായിക. യശ്പാലിൻ്റെ തന്നെ ദേശദ്രോഹി 1943. പാത്രങ്ങൾ ഡോക്ടർ ഭഗവാൻ ദാസ് ഖന്ന നായക്, രാജാറാം രാജ് ചന്ദ. ഇനി അടുത്തത് യശ്പാലിൻ്റെ തന്നെ ഫേമസ് നോവലാണ് ദിവ്യ. 1945 ശ്രീപാത്ര ദിവ്യ രത്നപ്രഭ മല്ലിക. പുരുഷപാത്ര പൃഥുസൻ രുദ്രധീർ ശില്പി മാരിസ്. അടുത്തത് യശ്പാലിൻ്റെ തന്നെ പാർട്ടി കാമ്രേഡ്. 1946 ഇയർ. പാത്രങ്ങൾ പത്മലാൽ ഭാവരിയ നായകം, ഗീത നായികയാണ്. അടുത്തത് യശ്പാലിൻ്റെ ഛൂട്ടാ സച്ച്. ഭാഗ്യൊക്കെ 1958 ഭാഗ് 1960 ഇതിൽ ശ്രീപാത്ര കനക് ഉർമിള താര. പുരുഷപാത്ര ജയദേവ് പുരി സൂദ്ജി ഖിൽ അസദ് സോമരാജ് ഡോക്ടർ പ്രാണനാഥ്. അടുത്തത് യശ്പാലിൻ്റെ തന്നെ തേരി മേരി ഉസ്കി ബാത്ത്. 1973 ഉഷ അമർസേട്ട് നരേന്ദ്ര രുദ്രദത്ത് പാഠകാണ് കഥാപാത്രങ്ങൾ. അടുത്തത് ഭഗവതി ശരൺ വർമ്മയുടെ ചിത്രലേഖ. 1934 ചിത്രലേഖ യോഗി കുമാർ ഗിരി ബീജ് ഗുപ്താണ് കഥാപാത്രങ്ങൾ. അടുത്തത് അദ്ദേഹത്തിൻ്റെ തന്നെ 3 വർഷം 1936 രമേശ് അജിത്ത് പ്രഭ സരോജ്. അടുത്തത് ഭഗവതി ശരൺ വർമ്മയുടെ തന്നെ ടേട്ടെ മേട്ടെ രാസ്യ. 1946 രാംനാഥ് ദയാനാഥ് ഉമാനാഥ് പ്രഭാനാഥ്. മൊത്തം നാഥുമാരാണ്. അടുത്ത ഭഗവതി ചരൺ വർമ്മയുടെ സബഹി നച്ചാവത്ത് രാം ഗോസായി. 1970 രാധേശ്യാം ജബർ സിംഗ് രാം ലോചൻ പാണ്ഡെ. അപ്പോൾ നമ്മൾ ഇത്രയും വായിച്ചതിൽ ചില ആളുകളുടെ ഒരുപാട് ഉപന്യാസങ്ങൾ വരുന്നുണ്ട്. പ്രേംചന്ദ്, ഹസാരി പ്രസാദ് ദ്വിവേദി, ഭഗവതി ചരൺ വർമ്മ ഇടയ്ക്ക് ജയശങ്കർ പ്രസാദ്. അപ്പോൾ ഇവരുടെയൊക്കെ ചിലപ്പോൾ ഓർഡറിൽ കാലക്രമാനുസാർ ഓർഡറിൽ ചോദിക്കാറുണ്ട്. സെറ്റ് എക്സാമിനൊക്കെ കൂടുതലും പിന്നെ മാച്ച് ദി ഫോളോയിങ് ചോദിക്കാറുണ്ട്. അപ്പോൾ ആ രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യാം. കഥാപാത്രങ്ങളും ചോദിക്കാറുണ്ട് പല എക്സാമിനും. അപ്പോൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. നോട്ട്സൊക്കെ എഴുതി പഠിക്കുക. ധന്യവാദം.